Good afternoon to all. Good afternoon, ma'am. Yeah, okay. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, yeah. So, എല്ലാവരും ലഞ്ച് ഒക്കെ കഴിച്ചോ? Yes, ma'am. Yes, ma'am. Okay, ലഞ്ച് കഴിച്ചു. ആക്റ്റീവ് ആണ് അല്ലേ? Okay. Okay, so let's start today's class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രപ്പോസിഷൻസ് ആയിരുന്നു അല്ലെ എടുത്തോണ്ടിരുന്നത്. ഏകദേശം കംപ്ലീറ്റ് ആയി. പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളുണ്ടോ? അപ്പൊ പ്രപ്പോസിഷൻ തെറ്റാണ് അല്ലെ? ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ. ഓക്കെ. So then we moving on the next portion, main portion, tense. Okay, എല്ലാവർക്കും ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ്. കുറച്ചെങ്കിലും ഡൗട്ട് ഉള്ള ഒരു പോർഷൻ ആണ് അല്ലെ? ഗ്രാമറുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും നല്ല കുറച്ച് ഡൗട്ട്ഫുൾ ആയതുമായ ഒരു പോർഷൻ ആണ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? ഓക്കെ അല്ലേ? Okay, ma'am. Okay, ma'am. ഓക്കെ ആണ്. Okay, ma'am. അപ്പൊ ടെൻസ് ഏകദേശം നമുക്ക് അറിയാലേ? ടെൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അല്ലെ? ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എന്തൊക്കെയാ അറിയാമെന്ന് പറഞ്ഞേ? ടെൻസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? പറയാവോ ആരെങ്കിലും? ഇല്ല, പറയുന്നില്ല. ഓക്കെ, പ്രസന്റ് എന്താണ്? ഇപ്പൊ നടക്കുന്ന കാര്യം. പാസ്റ്റ് കഴിഞ്ഞ കാര്യം. ഫ്യൂച്ചർ വരാൻ പോകുന്ന കാര്യം അല്ലെ? ഇത്രയൊക്കെ ഓക്കെയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? അപ്പോ ഈ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ടെൻസില് 4 ആക്ഷൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും അറിയാം. ഓക്കെ, എല്ലാം അറിയാവുന്നതാണ്. എന്നാലും എവിടേക്കോ ഒരു ഡൗട്ട് ഉണ്ട് അല്ലെ? എല്ലാ കാര്യങ്ങളും ടെൻസിനെ കുറിച്ച് അറിയാം, പക്ഷെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനോ നമുക്ക് പറ്റില്ല അല്ലെ? ഇപ്പോ ഫ്യൂച്ചറിലെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ പാസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളത് മനസ്സിൽ ഓക്കെ കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിച്ചു വെക്കുക. പക്ഷെ അത് പറഞ്ഞു വരുമ്പോ, ഇംഗ്ലീഷിൽ അത് പറഞ്ഞു വരുമ്പോ ചിലപ്പോ സെയിം ടെൻസ് ആയിരിക്കണമെന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിലും ഓക്സറീസ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ടെൻസിനെ ബേസിട്ട് ആയിരിക്കില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ആണോ? അങ്ങനെ തന്നെയാണോ? Yes, ma'am. Okay. സിൽജ ഒന്ന് മ്യൂട്ട് ചെയ്യോ? Okay. യെസ്. അത് സംസാരിച്ചു കഴിയുമ്പോ മ്യൂട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, അപ്പോ 4 ആക്ഷൻസ് ഉണ്ട്. പ്രസന്റ് ടെൻസിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെയാണ് പാസ്റ്റും ഫ്യൂച്ചറും. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഈ 4 ആക്ഷൻസ് ഉണ്ട്. അപ്പോ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 12 ടെൻസസ് പഠിക്കണം. ഓക്കെ, പക്ഷേ ഒരു കാര്യം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ടൈമില് നമുക്ക് ഇത്രയും ഈ 12 ആക്ഷൻസിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കാം. അത് വളരെ കുറച്ച് ആക്ഷൻസ് ആണ്. മെയിൻ ആയിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ 3 ആക്ഷൻ ആണ്. ഓരോ ടെൻസിലെയും 3 ആക്ഷൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതായത് 4ാമത്തെ ആക്ഷൻ മോസ്റ്റ്ലി നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ഇത് പറയാറില്ല. അത് ആ ഒരു ടെൻസ് നമ്മൾ അതിന് യൂസ് ചെയ്യാറില്ല പൊതുവെ. ഓക്കെ, എന്നാലും പക്ഷെ അറിഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങള് സംസാരിക്കാറില്ല, അത് യൂസ് ചെയ്യാറില്ല എന്ന് വിചാരിച്ചിട്ട് അത് പഠിക്കാതിരിക്കരുത്. അത് പഠിക്കണം. ഓക്കെ, നമ്മൾ കുറെ അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസും സിമ്പിൾ ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാം. പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, പ്രസന്റ് ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ആ 2 ടെൻസ് മാത്രമായിരിക്കും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് പറയുമ്പോ ടെൻസിന്റെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോ ഇതുവരെയും നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അല്ലെ? നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടെൻസ് കണ്ടിന്യൂസ് ആയിരിക്കും.
ശരിയല്ലേ? കാരണം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ആ ഒരു ടെൻസ് മാത്രമാണ് സംസാരിക്കുകയാണെങ്കിൽ, അല്ലാതെയൊക്കെയാണെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന ആ ടെൻസ് മാത്രമാണ്. ശരിയാണോ ഞാൻ പറയുന്നതൊക്കെ? റെസ്പോൺസ് വളരെ കുറവാണല്ലോ. കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ? യെസ് മാം. ഓക്കെ. അപ്പോ പറഞ്ഞു വരുന്നത് നാലാമത്തെ ടെൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് പഠിക്കുമ്പോൾ ഈ 12 പഠിക്കാം. ഓക്കെ, എങ്ങനെ ചോദിച്ചാലും ഏത് ടൈമില് എപ്പോ വേണമെങ്കിലും ഞാൻ ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം ഇനി ടെൻസ് പഠിക്കേണ്ടത്. ഇനി ഒരിക്കലും വേറൊരു ഗ്രാമർ ക്ലാസ്സിൽ പോയിട്ട് ജോയിൻ ചെയ്ത് ടെൻസ് പഠിക്കേണ്ട അവസ്ഥ വരരുത്. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ ടെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, മാക്സിമം ലൈവ് ക്ലാസ് ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, യെസ്. അത് മാത്രമല്ല, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മറക്കരുത്. കാരണം നമുക്ക് ടെൻസ് എടുക്കുമ്പോൾ അതെല്ലാം ആവശ്യമാണ്. ഓക്കെ, യാ. സോ ഫസ്റ്റ് വൺ, പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസില് സിമ്പിൾ പ്രസന്റ് ടെൻസ്. നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കും കേട്ടോ. നോട്ട്ബുക്ക് എടുത്തിട്ട് ടെൻസിനെ കുറിച്ച് എഴുതാം. ഓക്കെ, മെയിൻ ഹെഡിങ് ടെൻസ് എന്ന് കൊടുക്കുക. അതിൽ തന്നെ പ്രസന്റ് ടെൻസ് എന്ന് കൊടുക്കുക. അതിൽ തന്നെ സ്മോൾ ഹെഡിങ് ആയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതുക. കാരണം നിങ്ങളുടെ നോട്ടാണ്. ഞാൻ എപ്പോഴും പറയാവുന്ന കാര്യമാണ്. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതും. എഴുതി കഴിയുമ്പോ പറയൂട്ടോ. ഫസ്റ്റ് നമുക്ക് സ്ട്രക്ചർ എഴുതാം. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ശ്രദ്ധിച്ചിരിക്കൂ. ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റ്സ് പറയാൻ, ഒരു റൊട്ടീൻ പറയാൻ, സിറ്റുവേഷൻസ് പറയാൻ, പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ പറയാനൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതിയിട്ട് അതിന് ബ്രാക്കറ്റിൽ അതിന് മലയാളം എഴുതി വെക്കും. ചെയ്യുന്നു എന്ന് എഴുതി വെക്കും കേട്ടോ. ചെയ്യുന്നു, ഒരു കാര്യം ചെയ്യുന്നു ആണ്. അപ്പൊ ചെയ്യുന്നു എന്ന് എഴുതാം. ഓക്കെ, ദെൻ സ്ട്രക്ചർ എഴുതാം. എക്സാമ്പിൾസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നോട്ട് എഴുതാം കേട്ടോ. സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്റ്റിന് പകരം നിങ്ങൾക്ക് എസ് എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. എസ് പ്ലസ് V1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോ ഇതാണ് സ്ട്രക്ചർ. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് സബ്ജക്ട് എന്താണെന്ന് അറിയണം അല്ലെ? അപ്പൊ നിങ്ങൾ എഴുതൂ. സബ്ജക്ട് എന്ന് കൊടുത്തിട്ട് ഹൈഫൺ ഇടാം. എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് എഴുതാം. ഓക്കെ, സബ്ജക്റ്റിൽ തന്നെ I, you, we, they, he, she, it ഇതൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷിലെ സബ്ജക്ട് എന്ന് പറയുന്നത്. പിന്നെ എവരിബഡിന്റെ I, you, we, they, he, she, it, everybody ഇത്രയാണ് സബ്ജക്ട്. ഓക്കെ, ഇതിൽ തന്നെ സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. ഇതില് പ്ലൂറൽ സബ്ജക്ട് I, you, we, they ആണ്. ഓക്കെ, ഞാൻ
ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി എഴുതാം. നെക്സ്റ്റ് സിംഗുലർ സബ്ജക്ട്. ഹി, ഷീ, ഈസ്, എവരിബഡി. ഇതാണ് സിംഗുലർ സബ്ജക്ട്. ഓക്കെ, അപ്പൊ സ്ട്രക്ചറില് ഞാൻ പറഞ്ഞത് സബ്ജക്ട് പ്ലസ് V1 എന്നാണ് അല്ലെ. അപ്പൊ സബ്ജക്ട് എന്താണെന്ന്, ഏതൊക്കെ തരം സബ്ജക്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്, സിംഗുലർ സബ്ജക്ട് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സ്ട്രക്ചറിലെ ആ സബ്ജക്ട് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് ഏകദേശം ക്ലിയർ ആണ് അല്ലെ. നമ്മളെ പോർഷൻ കവർ ചെയ്തു. നെക്സ്റ്റ് V1 ആണ്. എന്താണ് V? V എന്താണ്? വെർബാണ് V. ഓക്കെ, വെർബ്. വെർബിന് 3 ഫോംസ് ഉണ്ട് അല്ലെ. 3 ഫോംസ് ഓഫ് വെർബ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഇപ്പൊ ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോ റൈറ്റ് എന്ന് പറയുന്ന വേർഡ് എടുക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് വേർഡ് ആണ്, അതായത് ഫസ്റ്റ് വേർബ് ആണ്. വെർബിന്റെ ബേസ് ഫോം ആണ് റൈറ്റ്. ഇനി സെക്കൻഡ് ഫോം ഏതായിരിക്കും? അപ്പോ സെക്കൻഡ് ഫോം റോട്ട് ആണ്. ആൻഡ് തേർഡ് ഫോം റിട്ടേൺ. അപ്പൊ നമുക്ക് സിംഗിൾ ആയിട്ട് V1, V2, V3. ഓക്കെ, ബേസ് ഫോം ഓഫ് ദി verb, സെക്കൻഡ് ഫോം ഓഫ് ദി verb, തേർഡ് ഫോം ഓഫ് ദി verb. അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ആക്കി V1, V2, V3 എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് V1 എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, പ്രസന്റ് verb ആണ്. Then V2 past ആണ്. Then V3 past participle ആണ്. V1 present, V2 past, V3 past participle. ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, യെസ്, things, answer, make, made, made. യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഷോർട്ട് ആക്കി V1, V2, V3 എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ സബ്ജക്ട് എന്താണെന്ന്, V1 എന്താണെന്ന് ക്ലിയർ ആയോ? Is it clear or not? ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്? മനസ്സിലായി മിസ്. യെസ്, ക്ലിയർ ആണ്. അപ്പൊ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1 ആണ്. മനസ്സിലാക്കിയ? ഓക്കെ, അപ്പോ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് V1. അതിൽ സബ്ജക്ട് എന്താണെന്ന്, V1 എന്താണെന്ന് ക്ലിയർ ആയി. ഓക്കെ, മലയാളം മീനിങ് ഞാൻ പറഞ്ഞു, ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോ മലയാളം പറയുകയാണെങ്കിൽ ഞാൻ പാട്ട് പാടുന്നു എന്നാണെങ്കിൽ എങ്ങനെ വരും? ഞാൻ പാട്ട് പാടുന്നു. മലയാളം നോട്ട്ബുക്കിൽ എഴുതി വെക്കും. ഞാൻ പറഞ്ഞ മലയാളം എഴുതി വെക്കും. ഞാൻ പാട്ട് പാടുന്നു. നമ്മൾ പറഞ്ഞു ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ടെൻസ് ആണ്. അപ്പൊ പാടുന്നു എന്ന് പറയുന്നത് ഈ ടെൻസ് തന്നെയാണ് അല്ലെ. ഞാൻ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോ ഞാൻ എന്താണ്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എഴുതാം. ദെൻ പാട്ട്, പാടുക എന്നാണ് അല്ലെ. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന വെർബാണ്. S പ്ലസ് V1 എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതാം, ദെൻ വെർബ് എഴുതാം. വെർബ് എഴുതുമ്പോൾ എന്തായിരിക്കണം? ഫസ്റ്റ് ഫോം ആയിരിക്കണം എഴുതേണ്ടത്. V1 ആണ്. ദെൻ പാട്ട് എന്ത് വരും? I sing a song. നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. കാരണം ഒരു സോങ് എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിലും ഇംഗ്ലീഷിൽ അത് ഒരു സോങ് തന്നെയാണ്. അപ്പൊ I sing a song ഇങ്ങനെയാണ് നമ്മൾ പറയാം. I sing a song. ഞാൻ ഒരു പാട്ട് പാടുന്നു അങ്ങനെ പറയാം. ഓക്കെ, then next അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. എങ്ങനെ എഴുതാ? He is playing cricket. No. ഓക്കെ, അപ്പോ അടുത്തൊരു കാര്യം എഴുതാം കേട്ടോ. ഡൗട്ട് വന്നില്ലേ? ഇവിടെ വെർബ് യെസ് കറക്റ്റ് ആണ് കേട്ടോ.
നമുക്ക് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വെർബ് എഴുതേണ്ടത്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മള് സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. റൂൾ ആണ് കേട്ടോ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യുക. എഴുതി വെക്കൂ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്ലൂറൽ സബ്ജക്റ്റും ഏതാണെന്ന് അറിയാം. ഇനി വെർബിനെ എങ്ങനെ സിംഗുലർ ആക്കണം എന്നറിയണം അല്ലെ. അതായത് നമുക്കിപ്പോ ഉള്ള നിലവിലുള്ള എല്ലാ വെർബുകളും, ഞാൻ പറഞ്ഞ റൈറ്റ്, അത് പ്ലൂറൽ വെർബ് ആണ്. ഓക്കെ, വെർബിനെ നമ്മൾ സിംഗുലറൈസ് ചെയ്യാം. അപ്പോ റൈറ്റ് എന്ന് പറയുന്ന ഈ പ്ലൂറൽ വെർബിനെ സിംഗുലറൈസ് ആക്കണം, സിംഗുലർ വെർബ് ആക്കണമെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, റൈറ്റ് എന്താകും ഇപ്പോ സിംഗുലർ ആകുമ്പോ റൈറ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, എസ് ഓർ ഇ-എസ്, അത് നമ്മുടെ വേർഡിനെ അനുസരിച്ചിരിക്കും കേട്ടോ. എസ് ആണ് ഇ-എസ് ആണ് ആഡ് ചെയ്യാന്നുള്ളത് വേർഡിനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. ഇനിയിപ്പോ പ്ലേ ആണെങ്കിലോ അത് എന്തായിട്ട് മാറും? പ്ലേസ് ആയിട്ട് മാറും. മനസ്സിലായോ? സിംഗ് ആണെങ്കിൽ സിംഗ്സ് വരും. ഈറ്റ് ആണെങ്കിൽ ഈറ്റ്സ് വരും. മനസ്സിലായോ? ഡു ഡസ് ആകും. യെസ്, ഡു ഡസ് ആകും. റൺ റൺസ്, അങ്ങനെയാണ് വരാം. അപ്പോ ഞാൻ പറഞ്ഞ മലയാളം പറയോ, ഇംഗ്ലീഷ് പറയൂ. അവർ ക്രിക്കറ്റ് കളിക്കുന്നു എന്നെങ്ങനെയാ പറയാ? അപ്പോ he plays cricket. Yes. Yeah, he plays cricket ആണ്. ഇനി നെക്സ്റ്റ്, അവൾ പാട്ട് പാടുന്നു എന്നാണെങ്കിലോ? അവൾ പാട്ട് പാടുന്നു. She sings a song. Yes. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. She sing അല്ല. Yeah. എല്ലാവരും. ഞാൻ പറയുന്ന മലയാളത്തിൽ ട്രാൻസ്ലേഷൻ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, മിസ്റ്റേക്സ് ഒക്കെ വരും. നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, മിസ്റ്റേക്സ് ഒക്കെ എന്തായാലും വരും. സോ അതെല്ലാം ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി ഇതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത ടെൻസിലേക്ക് പോകുള്ളൂ. ഓക്കെ, she sings a song. പൂച്ച പാല് കുടിക്കുന്നു. എങ്ങനെയാ പറയാ? പൂച്ച പാല് കുടിക്കുന്നു. എങ്ങനെയാ പറയാ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. എല്ലാവരും ചെയ്യണം. Cat brings a milk അല്ല കേട്ടോ. വേണ്ട നമുക്ക് അവിടെ. Cat brings milk. Okay. Then അവൾ ബുക്ക് വായിക്കുന്നു. അവൾ ബുക്ക് വായിക്കുന്നു.
Yeah, she reads a book. Correct. Okay. Then അവർ സ്കൂളിൽ പോകുന്നു. അവർ സ്കൂളിൽ പോകുന്നു. അവർ സ്കൂളിൽ പോകുന്നു. അവരാണ് അവർ 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 they എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റ് ആണ്? പ്ലൂറൽ ആണ്. അപ്പൊ യൂസ് ചെയ്യേണ്ട വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ മലയാളത്തിലെ വെർബ് ഏതാണ്? അവർ സ്കൂളിൽ പോകുന്നു. ഇവിടെ വെർബ് ഏതാണ്? ഗോ ആണ്. അതല്ലേ വെർബ്? പോകുക എന്നാണ് വെർബ് അല്ലെ? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വെർബാണ്. ഓക്കെ, എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാനും വെർബുകളാണ് അല്ലെ, പ്രവൃത്തികളാണ്. സോ പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്. മീനിങ് എന്താണ്? പ്രവൃത്തിയാണ്. ഞാൻ വെർബിന് ക്ലാസ് എടുത്തിരുന്നു. നിങ്ങൾക്ക് എടുത്താണോ? അല്ല, ഇല്ലെന്ന് തോന്നുന്നു. ആണോ? ഇതൊന്നും പറയാത്തെ. എടുത്തിരുന്നോ? എടുത്തു. യെസ്. ഓക്കെ, അപ്പൊ വെർബ് എന്താണെന്ന് അറിയാലോ. ഇവിടെ ഗോ ആണ് നമ്മുടെ വെർബ്. അപ്പൊ ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ വെർബ് എന്തായിരിക്കണം വരേണ്ടത്? പ്ലൂറൽ ആയിരിക്കും വരേണ്ടത്. അപ്പൊ ഗോയുടെ പ്ലൂറൽ വെർബ് ഏതാണ്? എല്ലാ വെർബുകളും പ്ലൂറൽ വെർബാണ്. മനസ്സിലായോ? ഏതൊരു ഫസ്റ്റ് ഫോം, V1 ഫോം എല്ലാവരും പ്ലൂറൽ ആണ്. ഓക്കെ, നമ്മള് വെർബിനെ സിംഗുലറൈസ് ചെയ്യാണ് ചെയ്യാ. മനസ്സിലായോ? വെർബിന്റെ കൂടെ രസോ ES ആഡ് ചെയ്യുമ്പോൾ സിംഗുലർ ആകും. അതർവൈസ് ഇതെല്ലാവരും പ്ലൂറൽ വെർബാണ്. അപ്പൊ ഗോ ഏതാണ്? ഗോ പ്ലൂറൽ ആണ്. അതിന് മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ദേ ഗോ ടു സ്കൂൾ എന്നാ വരാ. ക്ലിയർ ആയോ? സ്ട്രക്ചർ പഠിച്ചു വെക്കണം. വെന്റ് അല്ലാട്ടോ ദിയ. സ്ട്രക്ചർ എന്താ ഞാൻ പറഞ്ഞേ? സബ്ജക്ട് പ്ലസ് V1 എന്നാ പറഞ്ഞേ. അപ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് V1 ഫോം തന്നെയാണ്. വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് മാറാം. അപ്പോഴും വെർബിന് മാറ്റം വരുന്നില്ല. അതായത് V1 V2 ഒന്നും മാറുന്നില്ല. V1 തന്നെയാണ് വരാം. സബ്ജക്ട് സിംഗുലർ ആകുമ്പോ ഈ വെർബിൽ നമ്മുടെ എസ്ഒ ഇഎസ് ആഡ് ചെയ്ത് അതിനെ സിംഗുലർ ആക്കിയാണ് ചെയ്യാം. പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് അവളുടെ അങ്ങനെ തന്നെ എഴുതാം. ആ വെർബ് അങ്ങനെ തന്നെ എഴുതാം. ഇപ്പോ അവൾ സ്കൂളിൽ പോകുന്നു എന്നാണെങ്കിൽ നമ്മൾ എന്ത് എഴുതപ്പോ? അവൾ സ്കൂളിൽ പോകുന്നു. അവൾ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോഴാണ് നമ്മൾ ആ വെർബിനെ നമുക്ക് ഇഎസ് ആഡ് ചെയ്യേണ്ടി വരാം. കാരണം എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ഒരു സിംഗുലർ വെർബ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ വെർബിനെ നമ്മൾ സിംഗുലറൈസ് ചെയ്യാണ് ചെയ്യാം അല്ലെ? ഇഎസ് ആഡ് ചെയ്ത് ആ വെർബ് സിംഗുലർ ആക്കും. അപ്പൊ ഇത് കറക്റ്റ് ആയി. ഷീ ഗോസ് ടു സ്കൂൾ എന്നായി. ഇനിയിപ്പോ ഞാനാണെങ്കിലോ, ഞാൻ സ്കൂളിൽ പോകുന്നു എന്നാണെങ്കിലോ, ഞാൻ സ്കൂളിൽ പോകുന്നു. എല്ലാവരും പറയൂ കേട്ടോ.
എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. ഐ തിങ്ക് ഒരു 25 above സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. തെറ്റിയാലും നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. Okay, കുറച്ച് പേര് I am going to school. I go to school. Yeah, I am going to school. I'm going to school. Mostly I am going to school ആണ്. Okay. ഞാൻ എന്താണ്? ഞാൻ എന്ന് പറയുന്ന വേർഡിന്റെ ഇംഗ്ലീഷ് എന്താണ്? I. You. I. Okay. Yes. ഇനി ഞാനിപ്പോ പറഞ്ഞ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? ഓക്കെ സാർ, സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ എന്ന് പറഞ്ഞേ. സ്ട്രക്ചർ പറയൂ. സ്ട്രക്ചർ നോട്ട് ബുക്ക് എഴുതിയാണ്. യെസ്, സബ്ജക്ട് പ്ലസ് V1 ആണ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് V1. ഈ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെൻസിൽ പറയുന്ന എല്ലാ സെന്റൻസുകളും നമ്മൾ ഈ ഒരു ഫോർമുലയിൽ മാത്രം നമ്മൾ പറയാം. മനസ്സിലായോ? അതിന്റെ കൂടെ നമ്മൾ ഓക്സിലറീസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ചോദിച്ചു ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആണെന്ന് പറഞ്ഞു. ഐ സബ്ജക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഐ മാത്രം പോരെ ഈ ടെൻസിൽ ഒരു സെന്റൻസ് പറയാനായിട്ട്. ഐക്ക് ശേഷം വരേണ്ടത് എന്താണ്? V1 ആയിരിക്കണം. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ എന്ത് വേണം? നീ എങ്ങനെയാ വരാത്? ഫസ്റ്റ് സബ്ജക്ട് ചെയ്താ ദെൻ വേർബ് എഴുതാം. എങ്ങോട്ടാണോ പോകുന്നത് അത് എഴുതാം. മനസ്സിലായോ? ഇനി ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ സ്കൂളിൽ പോകുന്നു. Yeah, I go to school. No. Silja, am എഴുതണ്ടോ? am ഇല്ല. നമുക്കിവിടെ സബ്ജക്ട് മാത്രം മതി, ഓക്സിലറീസിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കുക. സ്ട്രക്ചറിലുള്ള പോലെ മാത്രം നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. സബ്ജക്ട് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? ഇപ്പോ ശ്രദ്ധിച്ചു നോക്കിയേ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ഗോ വെർബാണ്. ഇനി പിന്നെ വന്നത് നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത്, ഡെസ്റ്റിനേഷൻ ആണ്. ഇപ്പോഴും ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അവിടെ യൂസ് ചെയ്തത്. സ്കൂളിലേക്ക് എന്ന് പറയാൻ വേണ്ടിയാണ് ടു സ്കൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ മെയിൻ ആയിട്ട് വരേണ്ടത് മിസ്റ്റേക്സ് വരുന്നത് ഒന്നില്ലെങ്കിൽ വെർബിലായിരിക്കും. ഐ ഗോസ് ടു സ്കൂൾ എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പൊ നിങ്ങൾ മിസ്റ്റേക്ക് വരുന്നത് എവിടെയാണ്? വെർബിലാണ്. അല്ലാതെ സ്കൂളോ ഒബ്ജക്റ്റിലോ ഒന്നും നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തില്ല. പിന്നെ വ്യത്യാസം വരുന്നത് പ്രപ്പോസിഷനിലാണ്. പ്രപ്പോസിഷൻ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അവിടെ മിസ്റ്റേക്സ് വരുന്നതിന് ആവശ്യമില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെർബാണ് അല്ലെ? ഈ ടെൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വെർബാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും വെർബിൽ വരുന്ന ചേഞ്ചസ്. ഐ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ വെർബാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഗോ ആണ് യൂസ് ചെയ്യുക. അപ്പോ പ്ലൂറൽ വെർബ് തന്നെയാണ്. ഓക്കെ, ഇനി സിംഗിൾ സബ്ജക്ട് ഏതെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് യെസ് ആഡ് ചെയ്തത് ഗോസ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ്. അപ്പൊ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളും ഇതുവരെ പഠിച്ച കാര്യങ്ങളും എല്ലാവരും ഒന്ന് പറയാം. അതിനുശേഷം ഞാൻ ഒരുപാട് മലയാളം വേർഡ് സെന്റൻസ് പറഞ്ഞ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ നമ്മള് സ്ക്രീനിലോട്ട് നോക്കി ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. നമ്മൾ ചെയ്യുന്ന ഒരു
റൊട്ടീൻ ആണ് അല്ലെ, നമ്മുടെ ഹാബിറ്റ് ആണ്. എല്ലാ ദിവസവും നടക്കാൻ പോകുക എന്നുള്ളത് നമ്മുടെ ഹാബിറ്റ് ആണ്, റൊട്ടീൻ ആണെന്ന് പറയാം. നമ്മൾ പറയും മലയാളത്തിൽ എന്താ പറയാത്, ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നു. നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്താൽ പറയാറ്. ഓക്കെ, ഇനിയിപ്പോ സൂര്യൻ കിഴക്കുദിക്കുന്നു, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, പ്രപഞ്ച സത്യമാണ് അല്ലെ, അതിൽ മാറ്റങ്ങളൊന്നുമില്ല, പ്രപഞ്ച സത്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടെൻസ് ആണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ റൈസസ് എന്ന് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ഇനി we usually get home by 5 p.m. പോകുന്ന നമ്മൾ എല്ലാ ദിവസവും 5 മണിക്ക് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ എന്താണ് ഈ ടെൻസ് എന്താണ് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് സ്ട്രക്ചർ എന്നുള്ളതും ഏകദേശം കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ് അത് എന്നോട് പറയാം. ഓക്കെ, അതിൽ എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അത് നിങ്ങൾ പറയുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്, മനസ്സിലായി എങ്കിൽ ഓക്കെ, എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യം വരുന്നില്ല. ഇനി അഥവാ നിങ്ങൾ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ കുറച്ചുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് അല്ലെ. അത് നിങ്ങൾ പറയുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, സോ അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ഇതുവരെ എടുത്ത ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ എടുത്ത എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് എന്നുള്ളത് ഓരോരുത്തരായിട്ട് പറയാൻ റെഡി ആയവര് ഒന്ന് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. അപ്പൊ കുറച്ചൊരു സിമ്പിൾ ആണ്. അപ്പൊ എനിക്ക് വിളിച്ച് പറയാലോ. പെട്ടെന്ന് തന്നെ എല്ലാവരും പറയണം കേട്ടോ. എനിക്ക് പറയുമ്പോൾ ലെഫ്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തായാലും പഠിച്ചേ പറ്റൂ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? എവിടെയൊക്കെ ജോയിൻ ചെയ്താലും നമ്മൾ ടെൻസ് പഠിക്കും. ടെൻസ് പഠിക്കാതെ നമുക്ക് ഒരിക്കലും ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനോ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ പറഞ്ഞേ പറ്റൂ. ആ ഒരു പേടിയും ടെൻഷനൊക്കെ ഇപ്പൊ മാറ്റാം. കാരണം നമ്മളെല്ലാവരും പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ജോയിൻ ചെയ്താണ്. അത് തിയറീസ് മാത്രം കേൾക്കാൻ വേണ്ടിയല്ല. തിയറീസ് മാത്രം കേട്ടുകൊണ്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങൾ ഓറയിൽ പ്രാക്ടീസ് ചെയ്യണം, പറയണം. മനസ്സിലായോ? നമ്മുടെ തിങ്ക് ചെയ്യണം, നമ്മുടെ ബ്രെയിൻ കുറച്ച് വർക്ക് ചെയ്യണം. യെസ്, ഇന്നത്തെ ഫസ്റ്റത്തെ എടുത്ത ഒരു നോട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ കാണിച്ചു തരാം. നെറ്റ് കുറെ പോയി. ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേ. കാരണം ഇത് എല്ലാരും ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്തു കേട്ടോ. അത് സിംഗിൾ പ്രസന്റ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് പ്രസന്റ് ടെൻസിന്റെ നോട്ടാണ്. എല്ലാ ടെൻസും കഴിയുമ്പോൾ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാവരും പറയണം. പറഞ്ഞേ പറ്റും. ഓരോരുത്തരായിട്ടും ഞാൻ പറയിപ്പിക്കും. പറഞ്ഞത് കൊണ്ട് അയ്യോ അവരെന്ത് വിചാരിക്കും, തെറ്റാണോ ഞാൻ പറയുന്നത് ഇന്നൊന്നും ചിന്തിക്കണ്ട. എല്ലാവരും തെറ്റിലൂടെ മാത്രമേ പഠിച്ചേ. എല്ലാവരും അങ്ങനെ തന്നെയാ. ഈ ഞാനടക്കം ഞാൻ ഇത്രയും പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് ഒരുപാട് ഇംഗ്ലീഷ് അറിയാമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും തെറ്റാറുണ്ട്. മിസ്റ്റേക്സ് എന്തായാലും മനുഷ്യന്മാരല്ലേ നമ്മള്. റോബോട്ട് വരെ മനുഷ്യന്മാർ അല്ലെ. എല്ലാവർക്കും തെറ്റിട്ടുണ്ടേ. ഓക്കെ, അതുകൊണ്ട് ആരും പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ. ഓഫീസ് പെർഫെക്റ്റ്. ഓക്കെ, അത് ചിന്തിക്കുക. എല്ലാവർക്കും തെറ്റ് പറ്റും. എല്ലാവരും തെറ്റുന്ന മാത്രമേ പഠിക്കൂ. അല്ലാണ്ട് എല്ലാം കറക്റ്റ് അല്ലല്ലോ നമ്മളൊന്നും പഠിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ? ഇന്നെടുത്തത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് പറയൂ. പാസ്റ്റ് കാലം. ആരാ പറയാ? മിണ്ടുന്നില്ല. പറയൂ, എന്താണ്? എന്റെ ചേട്ടൻ പറഞ്ഞു. നിങ്ങക്ക് മനസ്സിലായോ? ഞാൻ എടുത്ത ക്ലാസ് മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യം. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യം.
പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലം, പ്രസന്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്, സബ്ജക്റ്റ് പ്ലസ് V1. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ I, you, we, they, she, it എന്നാണ്. വെച്ച് നോക്കാം. ഒരു ചിക്കൻ ഒരു അറിയൂ പറഞ്ഞോളൂ. പിന്നെ V1, V2, V3. V1 എന്ന് പറഞ്ഞാൽ പ്രസന്റ്, V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഞാൻ ഷീസ് പ്ലേസ് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഷീ എന്ന് വെച്ചാൽ നൗൺസ്, ഇല്ല പ്രോനൗൺസ് ആണ് ഷീ എന്ന് പറയുന്നത്. എനിക്ക് ബാക്കി അറിയത്തില്ല. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ കുറെ ക്ലാസ് മിസ്സായിരുന്നു. ഇപ്പൊ ഈ നെറ്റ് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. പ്രസന്റ് ഇപ്പൊ നടക്കുന്നത്, പാസ്റ്റ് ഇനി കഴിഞ്ഞു പോയത്, ഫ്യൂച്ചർ വരാതിരിക്കുന്നത്. അതില് പ്രസന്റില് നമ്മൾക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അത് വെർബും പ്ലൂരൽ ആയിരിക്കും. സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. അങ്ങനെ സിംഗുലർ ആവുമ്പോൾ നമ്മൾക്ക് എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാ ഷീ ആണെങ്കിൽ ഷീ ഗോസ് ടു സ്കൂൾ അങ്ങനെയൊക്കെ വരിക. ദേ വരുമ്പോ ദേ ഗോ അങ്ങനല്ലേ മിസ്സേ പറഞ്ഞേ? ഓക്കെ. പ്ലൂരലാകുമ്പോ പ്ലൂരലായിട്ടാണ് വരിക. അത്ര എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാന് കൊറേ മിസ്സായിട്ടാണ് കേട്ടത്. എനിക്ക് ഫസ്റ്റ് മുതൽ കേറുമ്പോ നെറ്റ് ഇവിടെ പ്രോബ്ലം നന്നായിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് വന്നിട്ടാ ഇരിക്കുന്നത്. എന്നിട്ടും ഒരുവിധം ഞാൻ ഈ മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. നെക്സ്റ്റ് ഞാൻ പറയാം. പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഒന്നും പറയണ്ട കേട്ടോ. പ്രസന്റിൽ തന്നെ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ കുറിച്ചിട്ട് മാത്രം പറയാം. ഓക്കെ, പറയൂ. ആരാണ്? അഞ്ജലിയാണോ? ഞാൻ പറയാം. പ്രസന്റ് ടെൻസിനകത്ത് ഒന്നാമത്തെ സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ചെയ്യുന്നു, അതായത് ഹാബിറ്റ്, സിറ്റുവേഷൻ, അതൊക്കെ പറയാൻ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ പ്രസന്റ്. പിന്നെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. സബ്ജക്റ്റിന് രണ്ട് തരത്തിലുണ്ട്, ഫ്ലൂറൽ സബ്ജക്ട്, സിംഗിൾ സബ്ജക്ട്. സബ്ജക്റ്റിനകത്ത് വരുന്നതാണ് I, you, we, they, he, she, it, everybody. പ്ലൂറൽ സബ്ജക്ട് I, you, we, they. സിംഗിൾ സബ്ജക്ട് he, she, it, everybody. ഇനി വെർബിന് 3 ഫോംസ് ഓഫ് വെർബ് ഉണ്ട്. V1, V2, V3. V1 പ്രസന്റ് വെർബ്, V2 പാസ്റ്റ് വെർബ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പിന്നെ നമ്മള് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. അതായത് എസ് ഗോയാണ്, ഗോസ് അങ്ങനെ യൂസ് ചെയ്യുന്നു. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ എസ് ഒന്നും വേണ്ട. എക്സാമ്പിൾ പറയൂ. എക്സാമ്പിള് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നത്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു, ഹി പ്ലേസ് ക്രിക്കറ്റ്. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നു, അപ്പൊ I go to school. അവിടെ ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് നീതു പറയൂ. നീതു ടീച്ചർ.
ടെൻസിൽ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പഠിപ്പിച്ചത്. പ്രസന്റ് ചെയ്യുന്നു, അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. സബ്ജക്റ്റില് വരുന്നത് യൂസ് ചെയ്യാൻ വരുന്നത് ഐ, യു, വി, ദേ, ഹി, ഷീ, എവരിബഡി, ഇറ്റ്, അതൊക്കെയാണ് വരുന്നത്. സബ്ജക്റ്റിന് സിംഗിൾ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റുമായിട്ട് തിരിക്കാം. അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റില് ഐ, യു, വി, ദേ വരുന്നു. സിംഗിൾ സബ്ജക്റ്റില് ഹി, ഷീ, ഇറ്റ്, എവരിബഡി, അങ്ങനെയാണ് വരുന്നത്. പിന്നെ വെർബില് V1, V2, V3. V1 പ്രസന്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഹി പ്ലേസ് ക്രിക്കറ്റ്. Okay. Yes, clear. Okay. Next, Dia, പറയൂ. ദിവ്യ മാം. ദിവ്യ ദിവ്യയാണോ? Okay, ദിവ്യ പറയൂ. പ്രസന്റിനെ കുറിച്ച് നമ്മൾ ടെൻസിനെ കുറിച്ച് ടെൻസിൽ തന്നെ സിമ്പിൾ പ്രസന്റിന്റെ സബ്ജക്ട് ഫോം സബ്ജക്ട് പ്ലസ് വെർബാണ്. സബ്ജക്ട് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അത് രണ്ടുതരം സബ്ജക്ട് ഉണ്ട്. രണ്ടുതരം വെർബുണ്ട്, പ്ലൂറൽ വെർബും സിംഗുലർ വെർബും. പ്ലൂറലിനകത്ത് വരുന്നത് ഐ, യു, വി, ദേ. സിംഗുലറിനകത്ത് വരുന്നതാണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. V1 പ്രസന്റും V2 പാസ്റ്റും V3 പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് വരും. എക്സാമ്പിൾ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് വരും. ഐ ഗോ ടു സ്കൂൾ. Okay. ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ പറയുന്നു. Okay, ഗോപിക പറയൂ. എന്റെ ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. 3 തരം ടെൻസിന് ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ നിന്ന് പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ സ്ട്രക്ചർ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ അതിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. ഇതില് സബ്ജക്റ്റ് എന്ന് പറയണത് ഐ, വി, യു, ഷീ, ഹി, ഇറ്റ്, എവരിബഡി. ഈ സബ്ജക്റ്റ് തന്നെ പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്, സിംഗിൾ സബ്ജക്റ്റ് ഉണ്ട്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, വി, ദേ. സിംഗിൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതില് V1 എന്ന് പറയണത് V1 പ്രസന്റും പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സിംഗിൾ വെർബിന്റെ കൂടെ സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും സിംഗിൾ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും യൂസ് ചെയ്യുന്നു. സിംഗിൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ സിംഗ് സോങ്. പ്ലൂറൽ സബ്ജക്റ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഗോ ടു സ്കൂൾ. Yeah. Okay. Any who's next? ടെൻസസിനെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സിമ്പിള്, ഒന്ന് പാസ്റ്റ്, പെർഫെക്റ്റ്. സിമ്പിൾ പ്രസന്റിനെ ആദ്യത്തെ പ്രസന്റ് ടെൻസ് ആണ്. അതിലെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 എന്നാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കർത്താവ്, വെർബ് ക്രിയയാണ്. അതിന്റെ അതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, വി, ദേ, ഹി, ഷീ, എവരിബഡി അതാണ് യൂസ് ചെയ്യുന്നത്. അതിൽ സിംഗിൾ എന്ന് പറയുന്നത് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനം എന്നാണ് നമ്മൾ പറയുന്നത്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. പ്ലൂറലിൽ വരുന്നത് ഐ, യു, വി, ദേ ആണ് വരുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതുപോലെ തന്നെ വെർബ്സ് എന്ന് പറയുന്നത് ക്രിയ എന്നാണ്. വെർബ്സിനകത്ത് V1, V2, V3. അത് V1 പ്രസന്റും V2 പാസ്റ്റ്, V3 ഫ്യൂച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് എക്സാമ്പിൾ ഐ സിംഗ് എ സോങ്. ഐ, യു, വിയോടൊപ്പം നമുക്ക് സിംഗുലർ ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ സിംഗുലർ എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്, സിംഗുലർ ഉണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് V1 അതാണ്. അത് സിംഗുലറിന്റെ കൂടെ സിംഗുലർ ചേർക്കാം. ഓക്കെ. Okay, yeah. Okay, Nidu. Then
ഇനി ആരാ? ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുറച്ചൊരു ക്ലിയർ ആയ പോലെ ഉണ്ടോ? നിങ്ങൾക്ക് പഠിച്ച കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യും. ആണോ? അങ്ങനെ തോന്നുന്നുണ്ടോ പറയുമ്പോ? നിങ്ങൾക്ക് വേണ്ടിയില്ല എന്നാ പറയുന്നത് അല്ലെ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയുമ്പോ കുറച്ചുകൂടെ അത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് കുറച്ച് ഭയാട്ടല്ല അല്ലെ, മനസ്സിലാക്കിയ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? യെസ് മാം. അതുകൊണ്ടാണോ പറയുന്നത്, നിങ്ങൾക്ക് പറയാൻ ഞാൻ പറയുന്നത്. നമ്മൾ കേട്ടിരിക്കുമ്പോ ഓക്കെ ഇതെനിക്ക് അറിയാം മിസ്സേ, മനസ്സിലായിട്ടുണ്ട്, നമുക്ക് സ്വയം തോന്നും. പക്ഷെ പിന്നീട് നമുക്ക് ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിരിക്കില്ല. മനസ്സിലായി? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മക്കളുണ്ടെങ്കിലും മക്കൾക്ക് അത് ഓൾറെഡി അവർക്ക് അറിയാട്ടോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല ആ ടൈമില്. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഓക്കെയാണ്, പക്ഷെ പറയാനോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഇത് നമ്മൾ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും പോലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? ഓൺ സ്പോട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകാം. ഒരിക്കലും കാണാതെ പഠിക്കരുത്. ഇപ്പൊ ഈ പറയുന്ന കാലമല്ല, നിങ്ങൾക്ക് കാണാതെയാണ് പഠിച്ചെങ്കിൽ ഇന്നല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു. പക്ഷെ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മൾ മറക്കില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു അല്ലെ, ഞാനിപ്പോ ആദ്യമേ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ എനിക്ക് അറിയാം അങ്ങനൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ക്ലാസ് എടുക്കേണ്ട സാഹചര്യം വന്നപ്പോ ഓക്കെ ആ ഒരു ഇതിൽ നമുക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ എനിക്ക്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പൊ എന്താണ്, അറിയാമെങ്കിലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കാൻ വരുന്ന ടൈമിലാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ ഇപ്പോ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് എനിക്ക് മനസ്സിലായി എന്താണ് എങ്ങനെയാണ് ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിപ്പിക്കേണ്ടതോ ഒന്നുമല്ല അല്ലെ. മനസ്സിലാക്കിയിരുന്നാൽ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏതൊക്കെ മലയാളം ട്രാൻസ്ലേഷനോ എന്ത് വന്നാലും നമുക്ക് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം, മനസ്സിലായിട്ടുണ്ട്. ബൈഹാർട്ടല്ല, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഇത് കുറച്ച് കൂടി പറയാം, മനസ്സിലായോ? കുറച്ച് എക്സാമ്പിൾസ് കൂട്ടി പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നും ഓക്കെ എനിക്കിത് അറിയാലോ, തെറ്റായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരും. ശരിയല്ലേ? അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരോടും പറയാൻ പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറയുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ചെയ്യും. അപ്പൊ എനിക്കും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ, നിങ്ങൾ പഠിച്ച ചില മിസ്റ്റേക്സ് ആണോ എന്ന് എനിക്കും മനസ്സിലാവും. നിങ്ങളത് പറയുമ്പോൾ ഓക്കെ എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി എന്നും അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട് ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനും പറ്റും. അതിനു വേണ്ടിയാണ് ഞാൻ പറയാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമല്ല, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വരും. ഓക്കെ എനിക്കും പറ്റും, എനിക്കും അത് അറിയാൻ പറ്റുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റും, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ മിസ് ഇപ്പൊ ചോദിച്ചാലും എനിക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു രീതിയിലെ കോൺഫിഡൻസ് അത് കിട്ടും. ആണോ? അതൊക്കെ ഞാൻ വെറുതെ പറയുന്ന ആൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, അതൊന്നും തോന്നിയിട്ടില്ല. ആണോ? ഇല്ലെങ്കില്ലെന്ന് പറഞ്ഞോളൂ കേട്ടോ, എന്റെ തോന്നലാണെങ്കിലോ. ആണോ? എന്തൊന്നും മിണ്ടാത്തേ? ക്ലാസ്സിലുണ്ടോ നിങ്ങള്? വെറുതെ ഓണാക്കി വെച്ചിട്ട് പോയോ എവിടെയെങ്കിലും? ഇല്ല മിസ്സേ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ എടുത്ത് ക്ലിയർ ആണോ? അപ്പോ മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങള് ഒരു മലയാളം സെന്റൻസ് ഒന്ന് പറഞ്ഞേ. സിംപിൾ പ്രസന്റ് വെച്ചിട്ട് മലയാളം സെന്റൻസ് ഒന്ന് പറഞ്ഞേ. ദിസ് സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാല് ദിസിന് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കിയല്ലോ. ആണോ? ദിസ് ഇപ്പോ ദിസിന് മലയാളം എന്താ? ഇത് എന്നല്ലേ പറയാ? ഇത് സബ്ജക്റ്റ് ആണോ? നമുക്ക് ദിസിന് പകരം ഇറ്റ് ആണെന്ന് യൂസ് ചെയ്യാലോ. ഇറ്റ് അപ്പൊ സബ്ജക്റ്റ് അല്ലേ? ദിസിനും ദാറ്റിനും പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇറ്റ്. ഇറ്റ് സബ്ജക്റ്റ് ആണ്. ദിസ് നമ്മുടെ സബ്ജക്റ്റിനാണ് കണക്കാക്കാറില്ല. അതിന് പകരം ഇറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് മൈ പെൻ സബ്ജക്റ്റ് ആണ്.
അല്ലേ? അങ്ങനെയാണ് കേട്ടോ. അതിന്റെ കോമൺ ആയിട്ടാണ് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മലയാളം ഒരു സെന്റൻസ് പറഞ്ഞേ. സിമ്പിൾ പ്രസന്റിൽ വരുന്ന മലയാളം ഒരു സെന്റൻസ് എന്ന് പറയും. അവൻ എഴുതുന്നു. യെസ്, അവൻ എഴുതുന്നു എന്ന് പറയും. ട്രാൻസ്ലേറ്റ് ചെയ്യും എല്ലാവരും. അവൻ എഴുതുന്നു. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഭംഗിയുള്ളൂ അല്ലെ. അവൻ എഴുതുന്നു. ഓക്കെ, സെന്റൻസ് കുറച്ച് ലോങ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവൻ എന്ത് എഴുതുന്നു? അവൻ എന്ത് എഴുതുന്നു? അയാൾ കഥ പറയുന്നു. അയാൾ കഥ പറയുന്നു. He writes a letter. Yes, he writes a letter. He writes a novel and he writes a book. എന്തെങ്കിലും ആവാം. ഇനിയിപ്പോ അവൻ ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് എഴുതുന്നു അല്ലെങ്കിൽ ലെറ്റർ എഴുതുന്നു എന്നെങ്ങനെയാ പറയാ? അവൻ ലൈബ്രറിയിൽ ഇരുന്ന് ലെറ്റർ എഴുതുന്നു എന്നാണെങ്കിലോ കുറച്ച് ലോങ് ആയല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയത്. അവൻ ലൈബ്രറിയിൽ ഇരുന്ന് ലെറ്റർ എഴുതുന്നു. അപ്പോ ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? സബ്ജക്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പ്രപ്പോസിഷൻ ഉണ്ട്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ആവുന്നത്. He writes a novel അല്ലെങ്കിൽ he writes a letter in library. ഓക്കെ, ലൈബ്രറിയിൽ ലെറ്റർ എഴുതുന്നു അവൻ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ഇതിന് മലയാളമൊക്കെ പറയുമോ? കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ്. അങ്ങനെ ഒരു മലയാളം പറയുമോ? ഇനി അടുത്തൊരു സെന്റൻസ് കൂടെ പറഞ്ഞേ. ഇങ്ങനെയാണ് നമ്മള് ഇംഗ്ലീഷ് പഠിക്കുക. ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻസ് അറിയണം അല്ലെ? നമ്മൾ പറയുന്ന മലയാളം എന്ത് ടെൻസ് ആണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ നമ്മള് ടെൻസ് പഠിച്ചിട്ടല്ല മലയാളം പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് വ്യത്യാസം. അവിടെ ആദ്യമേ പറഞ്ഞു തുടങ്ങി, പിന്നെ അത് പയ്യെ നമ്മൾ ടെൻസിലേക്ക് വന്നു. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ലോ. ഫസ്റ്റ് നമ്മൾ എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു, പിന്നെയാണ് പറയാൻ പഠിക്കുന്നത്. മലയാളം അങ്ങനെയാണോ? ആദ്യം തന്നെ പറയാനാ പഠിക്കുന്നത് അല്ലെ? അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് പേടിയാണ്. ഫസ്റ്റ് പേടിയാണ് ഇംഗ്ലീഷിന്. പണ്ട് മുതലേ പേടിച്ച ലാംഗ്വേജ് ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അല്ലെ? ഇപ്പോ ഒരു സെന്റൻസ് ടെൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോ എന്താണ്? ഇനി അടുത്തിട്ട് ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ മലയാളം സെന്റൻസ് ഒന്ന് പറയുമോ? അവൻ വഴിയിൽ ഞാൻ ബസ് കാത്ത് വഴിയിൽ ഞാൻ ബസ് കാത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഞാൻ ബസ് കാത്ത് നിൽക്കുന്നു എന്ന് പറയും. അങ്ങനെ പറയാൻ നോക്കിയേ. ഇവിടെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ടെൻസ് അത് പയ്യെ മാറും. മനസ്സിലായോ? സാധാരണ നമ്മൾ പറയുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ് എന്നാ പറയാ അല്ലെ? കാത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് നിൽക്കുകയാണ് എന്ന് പറയുന്നത് ഈ കാര്യത്തില് സെയിം ആണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് വേറെ ഒരു മലയാളം പറയുന്നു. കാരണം ഞാനത് നമ്മള് ഇപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ? മനസ്സിലായോ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമല്ലേ? കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമല്ലേ? അപ്പൊ ഈ ടെൻസിൽ അത് പറയില്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അവർ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നു. ഇത് പറയോ?
അവർ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ ടെൻസ് അല്ല കേട്ടോ ശ്രീജ. വ്യത്യാസമല്ലേ? ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നു. അത് പറഞ്ഞല്ലോ. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. അവർ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നു. They play cricket. എന്ത് പറയും? ഒരുമിച്ച്. എന്താണ് മീനിങ്? എന്താണ് ഒരുമിച്ച്? ഒരുമിച്ച് ഇംഗ്ലീഷ് എന്താ? They play cricket together. Yes. ഇവിടെ നമുക്ക് ടെൻസ് പഠിക്കണം അത് ഓക്കെ. പക്ഷെ വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ വേർഡിന്റെ മീനിങ് അറിയണ്ടേ, ഇംഗ്ലീഷ് അറിയണ്ടേ, എന്നാലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നന്നായിട്ട് നോക്കുക, പഠിക്കുക. ഓക്കെ. പ്ലേഡ് ക്രിക്കറ്റ് തെറ്റാണ് കേട്ടോ. പ്ലേഡ് അല്ലേ, പ്ലേസും അല്ല, തെറ്റാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിലും കൂടെ നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആക്കാം കേട്ടോ. എല്ലാം മിക്കവാറും കുറച്ച് ഡൗട്ട് കൂടി ഉണ്ട്. ക്ലിയർ ചെയ്യാം നമുക്ക്. Okay, so that's all. Let's wind up today's class. Okay, thank you all. See you on the next class. Thank you, Okay. ma'am. Bye. Thank